നല്ല മഴയുള്ള സമയമാണ്. അപ്പൊ നമുക്ക് വെള്ളയാണി ബണ്ട് റോഡ് വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊന്ന് നോക്കാമല്ലോ. വെള്ളമൊക്കെ എന്തായാലും കൂടിക്കിടക്കുകയായിരിക്കും, അറിഞ്ഞൂടാ. കുറെ വീഡിയോയിൽ കണ്ട് ബണ്ട് റോഡെല്ലാം വെള്ളത്തിലായിട്ട് കിടക്കണത്. എന്തായാലും നമുക്ക് കൂടെ അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പൊ തന്നെ തിരുവല്ല എത്തിയിട്ടുണ്ട്. തിരുവല്ലത്ത് ഈ റോഡ് ഭയങ്കര പ്രശ്നമാണ്. കാര്യം അവിടെ നിന്ന് കോളത്ത് നിന്ന് പറഞ്ഞവർക്ക് ഇതുവരെ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ വരാൻ പറ്റൂല ഹൈവേയിലെ. അപ്പൊ അറിഞ്ഞുകൂടാത്തവർക്ക് വരുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. ചിലര് രാത്രിയൊക്കെ ഇങ്ങനെ റോങ് കയറി പറഞ്ഞ കാണാം. മിക്കവാറും തിരുവനന്തപുരത്തുള്ളവരായിരിക്കില്ല, ആ ദൂരം എന്ന് പറഞ്ഞവരായിരിക്കും. അത് റോഡിന്റെ ഉണ്ടാക്കിയപ്പോഴേ ഉള്ള വലിയൊരു പ്രശ്നമായിരുന്നു അത്. പിന്നെ ഇതിപ്പോ തിരുവല്ലം പാലം കയറുമ്പോഴത്തേക്ക് ഇടതുവശത്താണ് നമ്മുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രമുണ്ട്. ഈ ബലിയിടാനും കർക്കിടക വാവിനും എല്ലാം ആളുകളൊക്കെ ഒരുപാട് വരുന്ന ഒരു അമ്പലമാണിത്, തിരുവല്ലം പരശുരാമ ക്ഷേത്രം. അതാണ് ഇവിടെ ഇടത്തെ സൈഡിലാണ്. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുമെന്ന് തോന്നല്ല. ഇവിടെ എല്ലാം പൈപ്പ് പോകുന്നതെല്ലാം വെച്ചേക്കണോണ്ടേ നേരെ കാണാൻ പറ്റാൻ ചാൻസ് ഇല്ല. നേരെ നമുക്ക് ഹൈവേ വഴിയാണെങ്കിൽ നേരെ പോയിട്ട് പോവാം. പക്ഷെ അത് അങ്ങോട്ട് പോകുമ്പോഴേ ടോളുണ്ട്. ടോളൊക്കെ പോണവർക്ക് ഇവിടെ നിന്ന് ഈ ഇടത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ടോള് കഴിഞ്ഞ് ടോളിന്റെ അപ്പുറം ചെന്ന് കയറും സിഗ്നലിന്റെ അവിടെ. അപ്പൊ അതായിരിക്കും ലാഭം. ഇപ്പൊ നമ്മുടെ ടോളാകുമ്പോൾ പിന്നെയും കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ എന്തോ ഒരു ന്യൂസിൽ കണ്ടായിരുന്നു. പിന്നെ 5 രൂപ കൂട്ടി ഇപ്പോൾ ഓൺ സൈഡ് 150 എന്തോ ആയിട്ടുണ്ടെന്നത് കണ്ട. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ ഒരു 6-7 കിലോമീറ്ററിന്റെ ഇത് മൊത്തത്തിൽ രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ വ്യത്യാസം കാണും. അപ്പോഴും ലാഭം ഇതാണല്ലോ. 150 300 കൊടുക്കണേക്കാളും ലാഭം എന്തുകൊണ്ടും ഇതുവഴി പോകുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജ്. ഇവിടെ പുതിയ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവങ്ങളെന്ന് പറയുമ്പോൾ പുതിയ ഹൈബ്രിഡ് ആയിട്ട് ഓരോ ചെടികളും അതും ഇതൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടിയും അതും ഇതൊക്കെ ഉള്ള. ഇത് തന്നെയാണ് വെള്ളായണി ബണ്ട് റോഡ്. 2 സൈഡും കായൽ, നടുക്കൂടെ റോഡ്. നല്ല മഴയുള്ള സമയത്ത് ഈ റോഡ് ഫുള്ള് വെള്ളമായിരിക്കും. അധികം വെള്ളമില്ലെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ നല്ല രസമാണ്. നല്ല വെള്ളമായി കഴിഞ്ഞാൽ പറ്റൂല. അപ്പോൾ അധികം വെള്ളമില്ലെങ്കിൽ നമുക്ക് ഓടിച്ചിട്ട് പോകും. ആമ്പലും താമരയൊക്കെ പൂത്തിരിക്കും ചില സമയം. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും പൂവൊന്നുമില്ല, പുല്ല് പിടിച്ച് കിടപ്പുണ്ട്. നല്ല കരിമീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ചില സമയത്തൊക്കെ ഇവിടെ പിടിച്ചിട്ട് വിൽക്കുന്നത് കാണാം. അങ്ങനെ ആ സമയത്തൊക്കെ വന്നാൽ കരിമീനും വാങ്ങാം. അപ്പോൾ ഇതാണ് വെള്ളായണി കായൽ. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഈ വെള്ളായണി കായൽ. കാണാൻ നല്ല രസമാണ്. നല്ല പച്ചപ്പും നല്ല ഇതൊക്കെ ആയിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കാം, കാറ്റും കൊണ്ടിരിക്കാം. നല്ല രസമുണ്ട്. വെയിലില്ല, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളുള്ളതുകൊണ്ട് ഇവിടെ ഒന്നിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ കൊള്ളാം.